നമസ്കാരം. പ്രധാന വാർത്തകൾ. മാന്നാറിൽ നടന്നത് ദൃശ്യം മോഡൽ കൊലപാതകമോ? 15 വർഷം മുമ്പ് കാണാതായ യുവതിയെ കൊന്നു കുഴിച്ചുമൂടിയത് എന്ന് ആലപ്പുഴ SP. കൊലയ്ക്ക് പിന്നിൽ ഭർത്താവ് അനിൽ. സെപ്റ്റിക് ടാങ്ക് കുഴിച്ചുള്ള പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായും സൂചന. ഇസ്രായേലിൽ ഉള്ള അനിലിനെ ഉടൻ നാട്ടിലെത്തിക്കും. കസ്റ്റഡിയിൽ ഉള്ളവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. ഉത്തർപ്രദേശിലെ ഹാത്രസിൽ തിക്കിലും തിരക്കിലും പെട്ട 100-ലധികം മരണം, നിരവധി പേർക്ക് പരിക്ക്. അപകടം മതപരമായ ചടങ്ങിനിടെ. അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രി. പ്രതിപക്ഷത്തെയും രാഹുലിനെയും കടന്നാക്രമിച്ചു പ്രധാനമന്ത്രി. രാഹുലിന് ബാലബുദ്ധി, കോൺഗ്രസ് പരാധജീവികളെന്നും വിമർശനം. ये तो 543 में से लाया है. രാഹുലിന്റെ ലോക്സഭാ പ്രസംഗത്തിലെ നിരവധി ഭാഗങ്ങൾ രേഖകളിൽ നിന്ന് വെട്ടിമാറ്റി സ്പീക്കർ. ഹിന്ദു, മോദി, RSS പരാമർശങ്ങൾ രേഖകളിൽ ഉണ്ടാവില്ല. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് രാഹുൽ. സ്പീക്കർക്ക് കത്ത്. മോദിജി की दुनिया में सच्चाई एक्सपंज हो सकती है, मगर रियलिटी में सच्चाई एक्सपंज नहीं हो सकती है. जो मैंने कहा था, जो मैंने कहना था, मैंने कह दिया. वो सच्चाई है और एक्सपंज करें, जितना करना है करें. सच्चाई सच्चाई होती है. AKG സെന്റർ ആക്രമണക്കേസിൽ ഒളിവിലായിരുന്ന രണ്ടാം പ്രതി പിടിയിൽ. കെ സുധാകരന്റെ അടുത്ത അനുയായി സുഹേൽ ഷാജഹാനെ അറസ്റ്റ് ചെയ്തത് ഡൽഹിയിൽ വെച്ച്. കേരളത്തിലെത്തിച്ച് തെളിവെടുപ്പ്. സഖാക്കൾ അധികാര കേന്ദ്രങ്ങൾ ആകരുതെന്ന് MV ഗോവിന്ദൻ. തോൽവിക്ക് കാരണം ജനങ്ങളിൽ നിന്ന് പാർട്ടി അകന്നത്. ത്രിപുരയും ബംഗാളും മറക്കരുത് എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി. നേതാക്കൾക്കെതിരെയുള്ള വിമർശന വാർത്തകൾ തള്ളി ജില്ലാ നേതൃത്വം. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്നു. രോഗം സ്ഥിരീകരിച്ച കുട്ടികൾ ഗുരുതരാവസ്ഥയിൽ. കൂടുതൽ പേർ ചികിത്സയിൽ. ആരോഗ്യവകുപ്പ് പനി പിടിച്ചു കിടക്കുകയാണെന്ന് പ്രതിപക്ഷം. പകർച്ചവ്യാധികളിൽ കേരളം ഒന്നാമത്. മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് യോഗം ചേർന്ന് വേണ്ട ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അത് ചെയ്തില്ല. പോലീസുകാർക്ക് പിന്നാലെ മേലുദ്യോഗസ്ഥരുടെ പീഡനത്തിനെതിരെ പരാതിയുമായി നിയമസഭയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരും. നിയമസഭാ ചീഫ് മാർഷലിനെതിരെ കൂട്ടപ്പരാതി. വീട്ടിലേക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ വിസമ്മതിച്ച പോലീസുകാരനെ ക്യാമ്പിലേക്ക് മടക്കി അയച്ചു. ചികിത്സയ്ക്ക് പോലും അവധി കിട്ടുന്നില്ലെന്നും മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. മഞ്ഞുമ്മൽ ബോയ്സിന് പിന്നാലെ RDX സിനിമാ നിർമ്മാതാക്കൾക്കെതിരെയും സാമ്പത്തിക തട്ടിപ്പ് പരാതി. വാഗ്ദാനം ചെയ്ത ലാഭവിഹിതം നൽകിയില്ലെന്ന് 6 കോടി രൂപ മുടക്കിയ അഞ്ജന എബ്രഹാം. അന്വേഷണം ആരംഭിച്ചു പോലീസ്. ആലപ്പുഴ മാന്നാറിൽ 15 വർഷം മുമ്പ് കാണാതായ കല എന്ന യുവതിയെ ഭർത്താവ് അനിൽകുമാർ കൊലപ്പെടുത്തിയെന്ന് പോലീസ്. കലയെ കൊന്ന് വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചുമൂടിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. അനിൽകുമാറിന്റെ ഇരമത്തൂരിലെ വീട്ടിൽ സെപ്റ്റിക് ടാങ്ക് തുറന്നു നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ എന്ന് കരുതുന്നവയ്ക്ക് പുറമെ ലോക്കറ്റ്, ക്ലിപ്പ്, വസ്ത്രത്തിൻ്റേത് എന്ന് കരുതുന്ന ഇലാസ്റ്റിക് എന്നിവയും പോലീസ് കണ്ടെത്തി. 15 വർഷങ്ങൾക്ക് മുമ്പ് കുഴിച്ചുമൂടപ്പെട്ട സത്യങ്ങൾ പുറം ലോകത്തേക്ക് എത്തുന്നത് ഒരു ഊമക്കത്തിന്റെ രൂപത്തിലാണ്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന് ലഭിച്ച കത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇരമത്തൂരിൽ നിന്ന് കാമുകനൊപ്പം അപ്രത്യക്ഷമായെന്ന് പറയപ്പെടുന്ന കല എന്ന 27-കാരി കൊല്ലപ്പെട്ടു എന്നായിരുന്നു ഉള്ളടക്കം. കൊലപ്പെടുത്തിയ രീതിയും പങ്കുള്ളവരുടെ പേരുകളും ഉൾപ്പെടെ വിശദമായി കത്തിലുണ്ടായിരുന്നു. തുടർന്ന് അതീവ രഹസ്യമായി അമ്പലപ്പുഴ പോലീസിനെ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചു.
മഫ്തിയിലുള്ള അന്വേഷണ സംഘം രഹസ്യമായി വിവരങ്ങൾ തേടുന്നുണ്ടെന്നറിഞ്ഞ് കൊലപാതക വിവരം അറിയാമായിരുന്ന ബന്ധുക്കൾ ഇസ്രായേലിലുള്ള അനിൽകുമാറിനെ വിവരമറിയിച്ചു. തുടർന്ന് അനിൽകുമാറിന്റെ അടുത്ത ബന്ധുക്കളടക്കം 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്തപ്പോഴാണ് രഹസ്യങ്ങളുടെ ചുരുളഴിയുന്നത്. RDOയുടെ അനുമതി തേടി ഫോറൻസിക് വിഭാഗവുമായി ചേർന്ന് അനിൽകുമാറിന്റെ വീടിന്റെ സെപ്റ്റിക് ടാങ്കിൽ നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങളെന്ന് സംശയിക്കുന്ന ഭാഗങ്ങൾ പോലീസ് കണ്ടെത്തി. ഇത് ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കും. അവശിഷ്ടങ്ങൾക്ക് പുറമെ ക്ലിപ്പും സ്ത്രീയുടെ അടിവസ്ത്രത്തിന്റേതെന്ന് തോന്നിക്കുന്ന ഭാഗങ്ങളും ഒരു ലോക്കറ്റും കണ്ടെത്തിയതായാണ് വിവരം. കല എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഡോക്ടർ ഓഫ് ചേലക്കൻ മീനത്തേരി ഹൗസ്. അപ്പം ഇങ്ങനെ ഒരു സ്ത്രീ ഇവിടെ ഉണ്ടായിരുന്നുള്ളതും അവര് 2008-2009 കാലഘട്ടത്തിൽ മിസ്സിംഗ് ആണെന്നുള്ള ഒരു രഹസ്യ ഒരു ഇൻഫർമേഷൻ ലഭിച്ചതിന്റെ പേരിലാണ് നമ്മൾ എൻക്വയറി സ്റ്റാർട്ട് ചെയ്ത് അത് മിസ്സിംഗ് ആണെന്നുള്ള കാര്യം നമ്മൾ സ്ഥിരീകരിച്ചതിന് ശേഷം അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഇതിന് മിസ്സിംഗ് ഒരു FIR ഇടുന്നത്. അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടതിന് ശേഷം അത് മാന്നാറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും പിന്നെ നമ്മുടെ ഫർദറായിട്ട് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തിയ എൻക്വയറീസിന്റെ ഭാഗമായിട്ടും ചോദ്യം ചെയ്യുന്ന ഭാഗമായിട്ടും ഈ കല എന്ന് പറയുന്ന സ്ത്രീ മർഡർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത്. കലയെ അനിൽകുമാറിന്റെ കാറിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടതായി കസ്റ്റഡിയിലുള്ളവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കഴുത്തിൽ തുണിയുപയോഗിച്ച് മുറുക്കിയാണ് കൊലപാതകമെന്നാണ് വിവരം. മറവ് ചെയ്യാൻ സഹായം നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്ന് കസ്റ്റഡിയിലുള്ള ബന്ധുക്കൾ അന്വേഷണ സംഘത്തെ അറിയിച്ചു. സുരേഷ്, ജിനു, രാജൻ, പ്രമോദ്, സന്തോഷ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. മിശ്രവിവാഹിതരായ കലയും അനിൽകുമാറും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ഇതിൽ ഒരു മകനുമുണ്ട്. കലയെ കാണാതായപ്പോൾ സ്വർണവും മറ്റുമായി ഒളിച്ചോടിപ്പോയെന്നായിരുന്നു അനിൽകുമാറിന്റെ പ്രചാരണം. അതുകൊണ്ട് തന്നെ കലയുടെ ബന്ധുക്കൾ പരാതി നൽകിയതുമില്ല. 2 മാസത്തിനുള്ളിൽ അനിൽകുമാർ പുനർവിവാഹം കഴിക്കുകയും ചെയ്തു. പുനർവിവാഹം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലീസ് സംശയത്തോടെ പരിശോധിച്ചു വരികയാണ്. പാലക്കാട് സ്വദേശിക്കൊപ്പം പോയെന്ന് പറയപ്പെടുന്ന കലയെ എറണാകുളത്ത് വെച്ച് അനിൽകുമാർ 2 ദിവസത്തിനുള്ളിൽ വീണ്ടും കണ്ടെത്തി. കൂടെ കൂട്ടുകയായിരുന്നു. വാടകയ്ക്ക് കാറെടുത്താണ് കലയെ കൂട്ടാനായി പോയത്. എറണാകുളത്തു നിന്നും ആലപ്പുഴയിലേക്കുള്ള യാത്രാമധ്യേ തുണിയുപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നും പോലീസ് വ്യക്തമാക്കുന്നു. മൃതദേഹം കാറിൽ കണ്ട ദൃക്സാക്ഷിയുണ്ടെന്നാണ് വിവരം. കസ്റ്റഡിയിലുള്ള പ്രതികളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനും ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. കല പാലക്കാടേക്ക് ഒളിച്ചോടിപ്പോയെന്ന് വിശ്വസിപ്പിച്ച് കലയെ എറണാകുളത്ത് അനിൽകുമാർ ഒളിച്ചു താമസിപ്പിക്കുകയായിരുന്നു എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. സ്ഥലത്തെ SNDP ശാഖയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും കത്തിലേക്കും കൊലപാതക വിവരം പുറത്തേക്ക് വരാനും കാരണമായിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. ഈ സംഭവത്തിൽ പ്രതിയായ ഒരാൾ മുൻപ് ഭാര്യയെയും മക്കളെയും അപകടപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. ന്യൂസ് 18 ആലപ്പുഴ. ഉത്തർപ്രദേശിലെ ഹാത്രസിൽ നടന്ന മതപരമായ ചടങ്ങിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 100-ലധികം പേർ മരിച്ചു. സ്ത്രീകളും കുട്ടികളും മരിച്ചവരിൽ ഉൾപ്പെടും. പരിക്കേറ്റവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മരിച്ചവരുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം നൽകുമെന്നും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതം നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. പാർലമെന്റിലെ നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ ഹാത്രസിൽ മരിച്ചവർക്ക് പ്രധാനമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതിന് പ്രത്യേക സമിതി രൂപീകരിക്കാൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഴിമതി വിരുദ്ധത മുതൽ തീവ്രവാദത്തിനെതിരായ നിലപാട് വരെ നേട്ടങ്ങളായി ഉയർത്തിപ്പറഞ്ഞ് ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി. രാഹുലിനെ ബാലബുദ്ധി എന്നും കോൺഗ്രസിനെ പാരസൈറ്റ് എന്നും മോദി പരിഹസിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെയായിരുന്നു മോദിയുടെ മറുപടി പ്രസംഗം. സ്പീക്കർ പലതവണ താക്കീത് ചെയ്തുവെങ്കിലും പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി ബഹളം തുടർന്നു. മണിപ്പൂരും നീറ്റ് പരീക്ഷാ ക്രമക്കേടും ഉയർത്തിയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. അഴിമതി വിരുദ്ധത മുതൽ തീവ്രവാദം വരെ, അടിയന്തരാവസ്ഥ മുതൽ രാഹുലിന്റെ ഹിന്ദു പരാമർശത്തിനുള്ള മറുപടിയും തെരഞ്ഞെടുപ്പ് നേട്ടങ്ങളും എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ ലോക്സഭയിലെ പ്രസംഗം. സ്പീക്കർ പലതവണ താക്കീത് ചെയ്തെങ്കിലും പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ബഹളം തുടർന്നു. മണിപ്പൂരും നീറ്റ് പരീക്ഷാ ക്രമക്കേടും ഉയർത്തിയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. अध्यक्ष जी यहाँ आया था तो हमने देखा देश के होने वाले प्रधानमंत्री
പ്രതിപക്ഷത്തിന്റെ നുണപ്രചാരണങ്ങൾക്കിടയിലും ജനങ്ങൾ ബിജെപിയെ തെരഞ്ഞെടുത്തുവെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. 2029 വരെ കോൺഗ്രസിന് പ്രതിപക്ഷത്ത് തന്നെ തുടരേണ്ടി വരും. ഇന്ത്യയെ ലോകത്തെ മൂന്നാമത്തെ വികസിത രാജ്യമാക്കാൻ ശ്രമിക്കുകയാണ്. UPA സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനം മോദി ഉയർത്തി. വിദേശ രാജ്യങ്ങൾ കടന്നുകയറാൻ ശ്രമിച്ചപ്പോൾ UPA സർക്കാർ മൗനം പാലിച്ചു. कि देश की विकास यात्रा को रोक देंगे, देश की प्रगति को डिरेल कर देंगे. मैं आज इकोसिस्टम को बता देना चाहता हूं, उसकी हर साजिश का जवाब अब उसी की भाषा में मिलेगा. यह देश विरोधी साजिशों को कभी भी स्वीकार नहीं करेगा. ആർട്ടിക്കിൾ 370 എടുത്തുകളഞ്ഞതിനാൽ ജമ്മുകശ്മീരിൽ ജനാധിപത്യം നടപ്പാവുന്നു. രാജ്യമാണ് പ്രധാനമെന്നതായിരുന്നു നയരൂപീകരണത്തിലും ഭരണനിർവഹണത്തിലും BJPയുടെ രീതി. കോൺഗ്രസിനെ വയസ്സന്മാരുടെ പാർട്ടിയെന്ന് പറഞ്ഞ് പരിഹസിക്കാനും മോദി മറന്നില്ല. ഒറ്റയ്ക്ക് മത്സരിച്ച 64 സീറ്റുകളിൽ 2 സീറ്റുകൾ മാത്രം വിജയിക്കാനേ കോൺഗ്രസിന് സാധിച്ചുള്ളൂ. ഇത് പരാജയത്തിലെ ലോക റെക്കോർഡെന്നും മോദി. ये 100 में से 99 नहीं लाया, ये तो 543 में से लाया है. രാഹുലിനെ ബാലക് ബുദ്ധിയെന്നും മോദി പരിഹസിച്ചു. ദൈവങ്ങൾ രാഷ്ട്രീയ നേട്ടത്തിനുള്ളതല്ല, ആരാധനയ്ക്കുള്ളതാണെന്നും രാഹുലിന് മറുപടിയായി മോദി പറഞ്ഞു. ജാമ്യത്തിലാണെന്ന കാര്യം രാഹുൽ മറക്കരുത്. ഹിന്ദുക്കളെ അപമാനിക്കാൻ കോൺഗ്രസ് ഗൂഢാലോചന നടത്തുന്നു. കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായ DMK സനാതനധർമ്മത്തെ അപമാനിച്ചു. അധികാരമോഹം കൊണ്ടാണ് കോൺഗ്രസ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്നും മോദി പറഞ്ഞു. രാജ്യത്തെ സൈന്യത്തെയും കോൺഗ്രസ് പരിഹസിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിലെ നിരവധി ഭാഗങ്ങൾ രേഖകളിൽ നിന്ന് വെട്ടിമാറ്റി സ്പീക്കർ. ഹിന്ദു, മോദി, RSS പരാമർശങ്ങൾ രേഖകളിൽ ഉണ്ടാവില്ല. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. സ്പീക്കർക്ക് ഇത് സംബന്ധിച്ച് കത്ത് നൽകി. मोदी जी की दुनिया में सच्चाई एक्सपंज हो सकती है, मगर रियलिटी में सच्चाई एक्सपंज नहीं हो सकती है. जो मैंने कहा था, जो मैंने कहना था, मैंने कह दिया. वो सच्चाई है और एक्सपंज करें, जितना करना है करें. सच्चाई सच्चाई होती है. धन्यवाद. AKG സെന്റർ ആക്രമണ കേസിൽ ഡൽഹിയിൽ പിടിയിലായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുഹൈൽ ഷാജഹാനെ തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചു. ജവഹർ നഗറിലെ ഓഫീസിൽ ആണ് കേസിലെ 2ാം പ്രതിയായി സുഹൈലിനെ എത്തിച്ചത്. ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സുഹൈൽ എന്നാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ വ്യക്തമാക്കിയത്. 1ാം പ്രതി ജിതിൻ, 3ാം പ്രതി നിത്യ എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു. ഇന്ദിരാ ഭവനിലേക്ക് നടന്ന DYFI മാർച്ച് അക്രമാസക്തമായതിന് പ്രതികാരമായാണ് AKG സെന്ററിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞത്. 2022 കേസിനാസ്പദമായ സംഭവം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത് തോൽവി മാത്രമല്ലെന്നും അടിത്തറ ഒലിച്ചുപോയതാണ് എന്നും CPIM വിലയിരുത്തൽ. സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലാണ് വിലയിരുത്തൽ ഉള്ളത്. BJPക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽപ്പോലും പാർട്ടി വോട്ടുകൾ BJPയിലേക്ക് ഒഴുകിയെന്നും CPIM തുറന്നു സമ്മതിക്കുകയാണ്. വെറുമൊരു തെരഞ്ഞെടുപ്പ് തോൽവിയല്ല ഉണ്ടായതെന്നും പാർട്ടി അടിത്തറ തന്നെ കുത്തിയൊലിച്ചു പോകുന്ന പരാജയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതെന്നുമാണ് CPIMന്റെ വിലയിരുത്തൽ. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലുണ്ടായത് വലിയ വോട്ട് ചോർച്ചയാണ്. BJPക്ക് ഒട്ടും വളർച്ചയില്ലാത്ത പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പോലും വലിയ അളവിൽ വോട്ട് BJPയിലേക്ക് പോയി. BJPക്ക് ബൂത്ത് ഏജന്റുമാരില്ലാതിരുന്ന ബൂത്തുകളിലും അവർക്ക് മേൽക്കൈയുണ്ടായി. BJPയുടെ പ്രവർത്തനം കൊണ്ട് ലഭിച്ച വോട്ടുകളല്ല ഇതെന്നും ഒന്നും ചെയ്യാതെ പാർട്ടി വോട്ടുകൾ BJPയിലേക്ക് പോകുകയായിരുന്നുവെന്നുമാണ് ഞെട്ടലോടെ CPIM തിരിച്ചറിയുന്നത്. സംസ്ഥാന സമിതിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് ജില്ലാ കമ്മിറ്റികളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ നടത്തുന്ന റിപ്പോർട്ടിംഗിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് BJPയുടെ വളർച്ച തടയാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകാനാണ് നിർദ്ദേശം. തിരുവനന്തപുരത്താണ് BJPയുടെ വളർച്ച ഏറ്റവും അപകടകരമായി CPIM കാണുന്നത്. നഗരസഭാ ഭരണം BJP പിടിച്ചെടുക്കുന്നത് തടയാൻ വലിയ പരിശ്രമം വേണ്ടിവരുമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെയും ജില്ലാ നേതൃത്വത്തിന്റെയും അഭിപ്രായം. നഗരഭരണത്തിനും മേയർ ആര്യ രാജേന്ദ്രനുമെതിരെ വലിയ വികാരം ജനങ്ങളിലുണ്ടെന്ന യാഥാർത്ഥ്യവും
പാർട്ടി നേതൃത്വത്തെ ആശങ്കയിലാക്കുന്നു. CPMന്റെ ശക്തി കേന്ദ്രങ്ങളായി കരുതപ്പെട്ടിരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഉണ്ടാക്കിയ അസാധാരണ മുന്നേറ്റവും CPMനെ ആശങ്കയിലാക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. അതേസമയം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിഷേധിച്ച CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരു വ്യക്തിയെയോ മന്ത്രിമാരെയോ സ്പീക്കറെയോ പേരെടുത്ത് ആരും വിമർശിച്ചിട്ടില്ല. മേയറുടെ പേര് പോലും ആരും പരാമർശിച്ചിട്ടില്ല എന്ന് CPIM വ്യക്തമാക്കുന്നു. ഏതെങ്കിലും ജില്ലാ കമ്മിറ്റി അംഗത്തോട് വിശദീകരണം ചോദിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നും വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. സഖാക്കൾ സ്വയം അധികാര കേന്ദ്രങ്ങൾ ആകരുത് എന്ന് MV ഗോവിന്ദൻ. തെറ്റുതിരുത്താൻ സഖാക്കൾ തയ്യാറാകണം. തോൽവിക്ക് കാരണം പാർട്ടി ജനങ്ങളിൽ നിന്നും അകന്നതാണ്. ത്രിപുരയും ബംഗാളും മറന്നുപോകരുത് എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് തോൽവിയിലെ തിരുത്തൽ നടപടികളുടെ ഭാഗമായുള്ള CPIMന്റെ മേഖലാ റിപ്പോർട്ടിംഗിലാണ് MV ഗോവിന്ദന്റെ പരാമർശം. കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്കജ്വര ലക്ഷണങ്ങളോടെ 2 കുട്ടികൾ കൂടി ചികിത്സയിൽ. വടകര, പള്ളിക്കര, കീഴൂർ സ്വദേശികളായ 14ഉം 10ഉം വയസ്സ് ഉള്ള വിദ്യാർത്ഥികളാണ് ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നത്. നേരത്തെ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്ന ഫറോക്ക് സ്വദേശിയായ 14-കാരൻ്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. അതേസമയം മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചുവെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. രോഗം റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് സമാന രോഗലക്ഷണങ്ങളുമായി രോഗികൾ തിരുവനന്തപുരത്തെ ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ എത്തിയിരുന്നതായും ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സർ, ഇത് നേരത്തെയും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ശ്രീചിത്ര ഉൾപ്പെടെയുള്ള പല ഹോസ്പിറ്റലുകളിലും മുൻപ് തന്നെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ അവിടെ കേസുകൾ എത്തിയിട്ടുള്ളതായിട്ട് രേഖകളുണ്ട്. ഇതിൽ ഫലപ്രദമായിട്ടുള്ള ഒരു കൃത്യമായ ഇന്ന മെഡിസിൻ, അങ്ങനെ ഒരു മെഡിസിൻ ഇല്ല, ഒരു കോമ്പിനേഷൻ ഓഫ് മെഡിസിൻസ് ആണ് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മിൽറ്റഫോസിൻ എന്നുള്ളൊരു ക്യാപ്സൂൾ അത് ഇവിടെ ഉണ്ടായിരുന്നില്ല, അത് ഇന്ന് കേരളത്തിൽ എത്തിയിട്ടുണ്ട്, അതും നൽകുന്നതാണ്. പകർച്ചവ്യാധികളിൽ കേരളം ഒന്നാമത് എന്ന ഉപക്ഷേപം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ഇന്ന് നോട്ടീസ് നൽകിയിരുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണം ഈ വർഷം ദയനീയമായി പരാജയപ്പെട്ടുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. പകർച്ചവ്യാധിയുടെ തോത് വിലയിരുത്തി തുടർ നടപടികൾ സ്വീകരിക്കുന്നുവെന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ മറുപടി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നിരയിൽ നിന്ന് TV ഇബ്രാഹിം MLA ആണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ ആരോഗ്യവകുപ്പ് ഇതിന്റെ ഭാഗമായി ചെയ്യുന്നത്. ഒപ്പം തന്നെ കേരളത്തിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത് അത് പതിവാണ്. അതിനുവേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യുന്നുണ്ട്. ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഞ്ഞപ്പിത്ത ബാധ അതിരൂക്ഷമായി ബാധിച്ചിട്ടുള്ള ജില്ലകളിലൊക്കെ തന്നെ കൃത്യമായ ഏകോപനം നടത്താനും ആരോഗ്യവകുപ്പിന് സാധിച്ചിട്ടുണ്ട്. ദ്രുതകർമ്മ സേനയുടെ പ്രവർത്തനം സംസ്ഥാനത്ത് കൃത്യമായി നടന്നു വരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പ്രധാനമായും വീണ ജോർജ് സഭയിൽ വ്യക്തമാക്കിയത്. ഈ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ എനിക്ക് അത്ഭുതമാണ് സർ. ബഹുമാന്യനായ അംഗം എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ നമുക്ക് നൽകുന്ന തുക കഴിഞ്ഞ വർഷം 2023-24 ₹1 പോലും NHMന്റേതായി ₹1 പോലും കേന്ദ്ര സർക്കാർ നമുക്ക് നൽകിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞതിൽ തെറ്റുണ്ട്. എന്നാൽ ആരോഗ്യവകുപ്പ് പനി പിടിച്ച് കിടപ്പിലാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ പരിഹാരങ്ങളോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ നടത്താൻ സാധിക്കുന്നില്ല എന്നൊരു ആക്ഷേപമായിരുന്നു TV ഇബ്രാഹിം ഉന്നയിച്ചത്. ഒരു തരത്തിലും പദ്ധതി വിഹിതങ്ങൾ നൽകുന്നില്ല, അതിനുവേണ്ടിയുള്ള ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നൊരു ആക്ഷേപം കൂടി MLA മുന്നോട്ട് വെച്ചു. സർ, ബഹുമാനപ്പെട്ട മന്ത്രി ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നും പീരിയോഡിക്കലായിട്ടുള്ള മീറ്റിംഗുകൾ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ ജനറലൈസ് ചെയ്തുകൊണ്ട് വളരെ ലാഘവത്തോടു കൂടിയാണ് സർ ഈ വിഷയത്തെ സമീപിക്കുന്നത് എന്നുള്ളത് അവരുടെ ആമുഖ ഭാഷണത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേസമയം ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ അത് കൃത്യമായ രീതിയിൽ പാലിക്കാത്തതാണ് ഇത്തരത്തിൽ പകർച്ചവ്യാധി വ്യാപനം ഉണ്ടായത് എന്നുള്ളൊരു പരാമർശമാണ് അല്ലെങ്കിൽ ഒരു ആക്ഷേപമാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെക്കുകയും ചെയ്ത. മഴക്കാല പൂർവ്വ ശുചീകരണം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ ഈ സംസ്ഥാനത്ത് ഏറ്റവും ദയനീയമായി പരാജയപ്പെട്ട വർഷമാണ്. മിക്കവാറും സ്ഥലങ്ങളിൽ കുടിവെള്ള വിതരണം അല്ലേ, ലോറികളിൽ കുടിവെള്ള വിതരണം ഭയങ്കര ബിസിനസ്സാണ്. കുടിവെള്ള വിതരണത്തിൽ ഉണ്ടായ പാകപ്പഴ 1000-ലധികം ആശുപത്രികൾ ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിൽ ആശുപത്രിയിൽ പോയി. എല്ലാവരും ഛർദിയും വയറ്റിളക്കവും മറ്റു പ്രശ്നങ്ങളുമായി പോയി. അപ്പൊ ഈ കുടിവെള്ള വിതരണം സംസ്ഥാനത്ത് വ്യാപകമായി നടക്കുമ്പോൾ ഇതൊക്കെ പൊതുജനാരോഗ്യത്തിന്റെ ഭാഗമാണ്. ആരോഗ്യവകുപ്പ് മാത്രമല്ല, അതിനാണ് സർക്കാർ
എന്നാൽ മന്ത്രി എം പി രാജേഷ് ക്രമപ്രശ്നം ഇതിനെതിരെ ഉന്നയിച്ചു. സർക്കാരിന്റെയും മന്ത്രിമാരുടെയും മാത്രം കാര്യമല്ല, ജനപ്രതിനിധികൾക്ക് ഇത്തവണ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ യോഗം വിളിച്ചു ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താ കഴിയാതിരുന്നത്? ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു മന്ത്രിമാരും ജനപ്രതിനിധികളും ഇത്തരം യോഗങ്ങൾ വിളിക്കാൻ പാടില്ല. കളക്ടർമാരുടെ നേതൃത്വത്തിലാണ് നടന്നത്. എന്നിട്ടും ഇവിടെ കണക്കുകളെല്ലാം പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞു, മീറ്റിംഗിന്റെ അല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, 21,355 ക്ലീനിംഗ് ഡ്രൈവുകൾ നടന്നതിനെ കുറിച്ചാണ്. ധാരാളം കണക്കുകളുണ്ട്, ഞാനൊന്നും പറയുന്നില്ല. എന്നാൽ പ്രതിപക്ഷം ഉന്നയിച്ച കാര്യം മന്ത്രി തന്നെ അത് അടിവരയിട്ട് സത്യമാണെന്ന് പറയുകയാണ് ചെയ്തതെന്നാണ് മന്ത്രി പറഞ്ഞ പ്രതികരണത്തിന് പ്രതിപക്ഷ നേതാവ് മറുപടി നൽകിയത്. ഇത്തരത്തിൽ നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യം സംസ്ഥാന സർക്കാരിന് അറിയാം. പക്ഷേ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ മിഷണറികൾ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയില്ല? അതാണ് ഇത്രയും വലിയ പ്രതിസന്ധിയിലേക്ക് പോയതെന്നുള്ളൊരു കാര്യം കൂടി പ്രതിപക്ഷ നേതാവ് ഉയർത്തിക്കാണിച്ചു. ഒപ്പം തന്നെ സ്പീക്കർ ഈ ഒരു ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ച സാഹചര്യത്തിൽ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പോലീസുകാർക്ക് പിന്നാലെ മേലുദ്യോഗസ്ഥരുടെ പീഡനത്തിനെതിരെ പരാതിയുമായി നിയമസഭയിലെ സുരക്ഷാ സേനയായ വാച്ച് ആൻഡ് വാർഡും. ഉന്നത ഉദ്യോഗസ്ഥന്റെ മാനസിക പീഡനത്തിനെതിരെയാണ് വാച്ച് ആൻഡ് വാർഡിന്റെ കൂട്ടപ്പരാതി. നിയമസഭ ചീഫ് മാർഷലിന്റെ ചുമതലയുള്ള മൊയ്തീൻ ഹുസൈന് എതിരെ ആണ് സർജൻ അസിസ്റ്റന്റുമാർ പരാതി നൽകിയത്. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ വിസമ്മതിച്ച് പോലീസുകാരനെ ക്യാമ്പിലേക്ക് മടക്കി അയച്ചു. അടുത്ത ബന്ധുക്കളുടെ ചികിത്സയ്ക്ക് പോലും അവധി അനുവദിക്കുന്നില്ല എന്നും പരാതിയിൽ പറയുന്നുണ്ട്. പരാതിയുടെ പകർപ്പ് ന്യൂസ് 18 പുറത്തുവിടുന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. നിയമസഭയിലെ സർജന്റ് അസിസ്റ്റന്റുമാരുടെ പരാതിയിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ചീഫ് മാർഷൽ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ അകാരണമായി ഉദ്യോഗസ്ഥരെ മാനസികമായി പീഡിപ്പിക്കുന്നു എന്നാണ് പ്രധാന പരാതി. മാത്രമല്ല, അവധി ചോദിച്ചാൽ നൽകില്ല, അവധി നൽകിയാൽ തന്നെ പിന്നീട് അതിന്റെ പേരിൽ കൂടുതൽ ഡ്യൂട്ടി ഇടുകയും ആ രീതിയിൽ ഉപദ്രവിക്കുകയും ചെയ്യുന്ന പരാതിയും ഇതിലുണ്ട്. മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥന്റെ വീട്ടുകാർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ പോലും പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തുന്നു. അതിന് വിസമ്മതിച്ച ആളെ ക്യാമ്പിലേക്ക് മടക്കി അയച്ചു തുടങ്ങിയ ഗുരുതരമായ പരാതികളും ഈ ഉദ്യോഗസ്ഥനെതിരെ ഉണ്ട്. എണ്ണി ഓരോ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഉദ്യോഗസ്ഥരുടെ പരാതി. ഒരു പോലീസുകാരന്റെ അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് വന്നപ്പോൾ അതിന് ലീവ് അനുവദിക്കാതെ ശകാരിച്ചു, അസഭ്യം പറഞ്ഞു എന്ന പരാതിയുണ്ട്. മറ്റു പോലീസുകാരന്റെ ഭാര്യ ഗർഭിണിയാകുമ്പോൾ അവരെ ആശുപത്രി കൊണ്ടുപോകാൻ പോലും അനുവദിക്കാതെ, അങ്ങനെ വേണമെങ്കിൽ ഈ ഉദ്യോഗസ്ഥരുടെ ഈ ഭാര്യ വീട്ടുകാർ തന്നെ കൊണ്ടുപോകൂടെ, എന്തിന് നിങ്ങൾ പോകുന്നു എന്ന് ചോദിച്ച് ശകാരിച്ചതായും ലീവ് അനുവദിക്കാതെ വിഷമിപ്പിച്ചതായും പരാതിയിൽ പറയുന്നു. മറ്റൊരു വനിതാ ജീവനക്കാരുടെ അച്ഛൻ ക്യാൻസർ ചികിത്സയ്ക്ക് പോകാൻ ആശുപത്രി കൊണ്ടുപോകാൻ അതിനും അനുമതി നൽകിയില്ല, അതിനും ലീവ് അനുവദിക്കുന്ന കടുത്ത നിലപാടെടുത്തു. ഒരു പോലീസുകാരന്റെ 6 മാസം പ്രായമുള്ള കുട്ടിയുടെ ദേഹത്ത് ശരീരത്തിൽ ചൂടുവെള്ളം വീണപ്പോൾ ചൂടുവെള്ളം വീണാൽ പൊള്ളില്ലേ എന്ന് പറഞ്ഞ് പരിഹസിച്ചു, അതിനും അവധി അനുവദിച്ചില്ല തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങളാണ് നൽകുന്നത്. സാധാരണഗതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സുഖവാസം എന്ന തലത്തിൽ അവർ ജോലിക്ക് തിരഞ്ഞെടുക്കുന്നതാണ് ഡെപ്യൂട്ടേഷനായി. നിയമസഭയിലേക്ക് 3 വർഷത്തേക്കാണ് സാധാരണ ഡെപ്യൂട്ടേഷൻ അനുവദിക്കുക. അവിടെ അത് 5 വർഷം വരെ നീട്ടി കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഉദ്യോഗസ്ഥർക്ക് കൂടി വലിയ പീഡനം നേരിടേണ്ടി വരുന്നുവെന്നാണ് ഈ പരാതിയിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഇന്നലെ നിയമസഭയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നു, ആത്മഹത്യകൾ പെരുകുന്നു, അവരുടെ മാനസികമായി അവരെ ഉദ്യോഗസ്ഥർ പീഡിപ്പിക്കുന്ന അവസാനിപ്പിക്കുന്ന ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ആ സംഭവം നടക്കുമ്പോഴും ഈ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പീഡന പരാതി മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ നിയമസഭാ സ്പീക്കർക്കും നിയമസഭാ സെക്രട്ടറിക്കും മുമ്പാകെ ഉണ്ട്. ഇതുവരെയും ഒരു നടപടി ആവശ്യത്തിൽ ഉണ്ടായിട്ടില്ല. ഈ ഉദ്യോഗസ്ഥനെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് ഈ പോലീസ് വനിതാ വാച്ച് ആൻഡ് വാർഡുമാരുടെ ആവശ്യം. ഇതിൽ കൂടുതൽ നടപടി ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്കും അവർ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ നിയമസഭാ സെക്രട്ടേറിയറ്റ് അന്വേഷണം ആരംഭിച്ചതായും സൂചനയുണ്ട്. DGPക്കെതിരെ അന്വേഷണം ആരംഭിച്ച ആഭ്യന്തര വകുപ്പ്. ഭൂമി വിൽപ്പന വിവാദത്തിലാണ് ആഭ്യന്തര വകുപ്പ് അന്വേഷണം തുടങ്ങിയത്. അതേസമയം അഡ്വാൻസ് വാങ്ങിയ പണം പരാതിക്കാരന് തിരികെ നൽകി കേസ് ഒതുക്കി തീർക്കാനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ KSU പ്രവർത്തകനെ SFIക്കാർ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു. KSU ജില്ലാ ജോയിന്റ് സെക്രട്ടറി സാഞ്ചസിനാണ് മർദ്ദനം ഏറ്റത്. ഇടിറൂമിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു എന്നതാണ് വിവരം. പോലീസ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റി. കണ്ണൂർ സർവകലാശാലയിൽ വീണ്ടും ചോദ്യപേപ്പർ വിവാദം. ചോദ്യങ്ങൾ മാറിയെന്ന പരാതിയെ തുടർന്ന് പരീക്ഷ മാറ്റിവെച്ചു. ഇന്ന് നടന്ന 2ാം സെമസ്റ്റർ MSc കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പറിലാണ് വീഴ്ച സംഭവിച്ചത്. ഫിസിക്കൽ
കെമിസ്ട്രി പേപ്പറിന്റെ ചോദ്യത്തിന് പകരം കഴിഞ്ഞ ദിവസം നടന്ന തിയറിറ്റിക്കൽ കെമിസ്ട്രി എന്ന പേപ്പറിലെ ചോദ്യങ്ങളാണ് ഉൾപ്പെട്ടത്. കൊയിലാണ്ടി ഗുരുദേവ കോളേജിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. SFI പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ച് ക്യാമ്പസിന് അകത്ത് കയറി. SFI ഏരിയ പ്രസിഡന്റിനെ മർദ്ദിച്ചുവെന്ന് ആരോപണം നേരിടുന്ന കോളേജ് പ്രിൻസിപ്പലിനെ പുറത്താക്കണമെന്നാണ് SFIയുടെ ആവശ്യം. പുറത്താക്കിയില്ല എങ്കിൽ 2 കാലിൽ പ്രിൻസിപ്പളും സ്റ്റാഫ് അഡ്വൈസറും കോളേജിലേക്ക് കയറില്ല എന്ന ഭീഷണിയും നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി. കോളേജ് ഓഫീസിലേക്ക് ഇരുവരും കയറിയാൽ ആംബുലൻസ് തയ്യാറാക്കി നിർത്തണമെന്നായിരുന്നു ഏരിയ സെക്രട്ടറി നവജേതിന്റെ ഭീഷണി. നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കൊച്ചിയിലും കോഴിക്കോടും ഡിവൈഎഫ്ഐയുടെ മാർച്ചിൽ സംഘർഷം. റിസർവ് ബാങ്ക് ഓഫീസിലേക്ക് ആയിരുന്നു മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ബാരിക്കേഡ് തകർത്ത് പ്രവേശിക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. മഞ്ഞുമൽ ബോയ്സിന് പിന്നാലെ RDX സിനിമ നിർമ്മാതാക്കൾക്ക് എതിരെയും സാമ്പത്തിക തട്ടിപ്പ് പരാതി. വാഗ്ദാനം ചെയ്ത ലാഭവിഹിതം നൽകിയില്ല എന്നാണ് പരാതി. തൃപ്പൂണിത്തുറ സ്വദേശിനി അഞ്ജന എബ്രഹാം ആണ് പരാതി നൽകിയത്. RDX സിനിമാ നിർമ്മാതാക്കളായ സോഫിയ പോൾ, ജെയിംസ് പോൾ എന്നിവർക്ക് എതിരെ ആണ് പരാതി. സിനിമയ്ക്കായി 6 കോടി രൂപ നൽകി. 30% ലാഭവിഹിതം ആയിരുന്നു വാഗ്ദാനം. എന്നാൽ സിനിമ 100 കോടിയിലേറെ രൂപ വരുമാനം നേടിയിട്ടും വാഗ്ദാനം ചെയ്ത ലാഭവിഹിതം നൽകിയില്ല എന്ന് പരാതിക്കാരി പറയുന്നു. പാവപ്പെട്ട 50 യുവതീ യുവാക്കൾക്ക് മംഗല്യഭാഗ്യം ഒരുക്കി റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയും റിലയൻസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ നിത അംബാനിയും. മകൻ അനന്ത് അംബാനിയുടെ വിവാഹ ചടങ്ങുകളുടെ മുന്നോടിയായാണ് 50 യുവതീ യുവാക്കളുടെ സമൂഹ വിവാഹം നടത്തിയത്. ജൂലൈ 12-നാണ് അനന്ത് അംബാനിയുടെയും നർത്തകി രാധിക മർച്ചന്റിന്റെയും വിവാഹം. മുംബൈയിലെ റിലയൻസ് കോർപ്പറേറ്റ് പാർക്കിലായിരുന്നു ആഘോഷാന്തരീക്ഷത്തിൽ സമൂഹ വിവാഹം. മഹാരാഷ്ട്രയിലെ പാൽഘറിൽ നിന്നുള്ള 50 യുവതി യുവാക്കളാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. നവവധൂവരന്മാർക്ക് സമ്മാനങ്ങൾ നിത അംബാനി സമ്മാനിച്ചു. അനന്ത് അംബാനി രാധിക മർച്ചന്റ് വിവാഹത്തിന്റെ ശുഭലഗ്ന ചടങ്ങുകൾ തുടക്കമായിരുന്നു സമൂഹ വിവാഹം. റിലയൻസ് ഇൻഫോകോം ചെയർമാൻ ആകാശ് അംബാനി, ഭാര്യ ശ്ലോക അംബാനി, റിലയൻസ് റീറ്റെയിൽ മേധാവി ഇഷ അംബാനി, ഭർത്താവ് ആനന്ദ് പിരമൽ എന്നിവരും ചടങ്ങിന് സാക്ഷിയായി. സമൂഹ വിവാഹ ചടങ്ങ് സംഘടിപ്പിക്കാനായതിൽ മതിയായ സന്തോഷമുണ്ടെന്ന് നിത അംബാനി. विवाहित जोड़ियों को देखकर बहुत ही आनंद हो रहा है. मैं एक माँ हूँ और माँ को जितनी खुशी होती है अपने बच्चों की शादी देखकर, वही आनंद आज मुझे आ रहा है. ये सब लोग को मेरा खूब सारा आशीर्वाद. अभी आज से हमारे बच्चे अनंत और राधिका के शुभ लग्न की सब उत्सवे. ദമ്പതികൾക്ക് മംഗൾസൂത്രയും വിവാഹമോതിരവും മുക്കുത്തിയുമടങ്ങിയ ആഭരണങ്ങളും റിലയൻസ് കുടുംബം സമ്മാനിച്ചു. 1,01,000 രൂപയുടെ ചെക്കും 1 വർഷം കഴിയാനുള്ള വീട്ടുസാധനങ്ങളും ഒപ്പം നൽകി. നവവധൂവരന്മാരും കുടുംബാംഗങ്ങളുമായി 800-ലേറെ പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ന്യൂസ് 18 മുംബൈ. മാധ്യമപ്രവർത്തകൻ MR സജേഷ് അന്തരിച്ചു. 46 വയസ്സായിരുന്നു. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. വയനാട് സുൽത്താൻ ബത്തേരി കുപ്പാടി സ്വദേശിയാണ്. ഇന്ത്യ വിഷൻ, കൈരളി TV, റിപ്പോർട്ടർ, ETV ഭാരത് എന്നീ ചാനലുകളിൽ റിപ്പോർട്ടർ ആയിരുന്നു. കേരള നോളജ് ഇക്കോണമി മിഷൻ മീഡിയ കോർഡിനേറ്റർ EP ഷൈമിയാണ് ഭാര്യ. തിരുവനന്തപുരം സർവോദയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനി ഋതു ശങ്കരി മകളാണ്. സംസ്കാരം നാളെ വയനാട് കുപ്പാടിയിൽ നടക്കും. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. ശുഭരാത്രി.